ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കടലക്കറിയാണ്. അതിനായി ഞാൻ കടല കുതിർത്ത് കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം കുറച്ച് ചുവന്നുള്ളിയും കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര സ്പൂൺ ഉപ്പും ചേർക്കണം, ഒരു അര സ്പൂണ് മുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുത്ത് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് ഒരു 5-6 വിസിലൊക്കെ അടുപ്പിച്ച് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കുക്കറിൻ്റെ ഇത് എങ്ങനെയാണെന്നുള്ളത് അതുപോലെ ചെയ്തോളണം. എനിക്കിവിടെ ഒരു 6 വിസിലൊക്കെ അടിച്ചാൽ കടല വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ചെറിയ 2 സവാള എടുത്തരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു 5-8 തല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു 2 വേപ്പില. ഇത് നമുക്ക് ചീനച്ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് കടുകിട്ട് കൂട്ടിയതിന് ശേഷം ഇത് ഓരോന്നോരോന്നായിട്ട് വഴറ്റി കൊടുക്കണം. നമുക്ക് വഴറ്റിയെടുത്തുകൊണ്ട് വരാം. നമുക്ക് ഈ സവാളയൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പ് വെച്ച് അതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം, വേപ്പില ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തുകൊണ്ട് വരാം. നമ്മുടെ സവാള ഇവിടെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്, ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സ്പൂണ് മീറ്റ് മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, ഒരു സ്പൂണ് മീറ്റ് മസാല ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കണ കടല ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ ഇതിൽ നിന്നൊരു 2-3 സ്പൂണോളം കടല എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒന്ന് മിക്സഡ് ജാറിലിട്ട് അരച്ച് ഇതിനോട് ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു യോജിപ്പായിരിക്കും. കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് തേങ്ങയൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഇത്തിരി കടല ഞാൻ ഇതിനോട് അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഇത് നല്ല കുറുകിയുള്ളൊരു കടലക്കറി ആയിരിക്കും നമുക്ക് കിട്ടുന്നതാണ്. കടല ചേർത്തിട്ട് 5-6 കശുവണ്ടി അരച്ച് ചേർത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ കടലയാണ് ഇവിടെ അരച്ച് ചേർക്കുന്നത്. നമുക്ക് കടലയും കൂടി അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി കടല കൂടെ അരച്ച് ചേർക്കണം, അത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് തേങ്ങ ഇടുവാണെങ്കിൽ തേങ്ങ ചേർത്ത് അരച്ചുണ്ടാക്കുന്നതിന് ഇങ്ങനെ അരച്ച് ചേർക്കേണ്ട കേട്ടോ. ഞാനിപ്പോൾ തേങ്ങയൊന്നും അരച്ചിട്ടില്ല. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കടലക്കറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇത് നല്ലോണം കിടന്ന് തിളച്ച് വെന്ത് അതിലെ എല്ലാ മസാലകളും യോജിക്കട്ടെ. നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് ഇടിമസാലയില്ല, നമ്മുടെ പെരുംജീരകം, ഗ്രാമ്പൂ, ഏലക്ക, ഇതെല്ലാം കൂടി ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. ആ മസാലയും കൂടി നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം അതും ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ പൊടിച്ച് തയ്യാറാക്കി വെച്ചേക്കണ മസാലയാണ്, ഇടിമസാലയാണ് കേട്ടോ. നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലൊരു കടലക്കറി തയ്യാറാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ അഭിപ്രായം പറയണം, ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.